അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം ബിൽ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിച്ച് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലി സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ഇബ്നു ആദം ഖത്താഊൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മനുഷ്യരെല്ലാവരും തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ തൗബ ചെയ്യുന്നവനാകുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും മഹത്വമുള്ളവൻ അവൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് തൗബ ചെയ്തു മടങ്ങുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാത്ത ആരുമില്ല, പക്ഷേ ആ പാപം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവൻ തൗബ ചെയ്തു മടങ്ങുന്നവനാ. മറ്റൊരു ഹദീസ്, അൻ അബി മൂസ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാരി വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പകലിൽ പാപം ചെയ്തവരുടെ തൗബ സ്വീകരിക്കുന്നതിന് അല്ലാഹു തആല രാത്രി മുഴുവനും അവൻ്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടുന്നതാണ്. രാത്രിയിൽ പാപം ചെയ്തവരുടെ തൗബ സ്വീകരിക്കുന്നതിന് പകല് മുഴുവനും കരം നീട്ടുന്നതാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഇപ്രകാരം ചെയ്യുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പകലിൽ പാപം ചെയ്താൽ അത് അവൻ്റെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി രാത്രി മുഴുവനും അല്ലാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം തുറന്നിടുന്നു. ഇനി രാത്രിയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതെങ്കിലോ, അല്ലാ പടച്ചവനെ, പകല് മുഴുവനും അവൻ്റെ തൗബയ്ക്ക് വേണ്ടി, അവൻ്റെ പശ്ചാത്താപത്തിന് വേണ്ടി അല്ലാഹു തൻ്റെ കരങ്ങൾ നീട്ടിയിടുന്നു, കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടിയിടുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖിയാമത്ത് നാൾ വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാകുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ് കാണാം. അൻ സഫ്വാൻ ഇബ്നു അസ്സാലിൻ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ ജഅല ബിൽ മഗ്രിബി ബാബൻ അർളുഹു മസീറത്തു 70 ആമൻ ലിതൗബതി ലാ യുഗ്ലഖു ഹത്താ തത്ലുഅ ശംസു മിൻ ഖിബ്ലിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി സഫ്വാൻ ഇബ്നു അസ്സൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നതിന് പടിഞ്ഞാറു ഭാഗത്ത് ഒരു കവാടമുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീതി 70 വർഷത്തെ വഴിദൂരത്തിന് തുല്യമാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നതുവരെ അത് ഒരിക്കലും അടയ്ക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ, ഖിയാമത്ത് നാൾ അടുക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരുന്നത് വരെ അത് അടയ്ക്കാറില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ആ കവാടം അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ തൗബ നിന്നുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും വലിയ ഒരു വാതിൽ, തൗബയുടെ കവാടം അല്ലാഹു തുറന്നിട്ടിരിക്കുന്നു. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു പശ്ചാത്തപിച്ചു മടങ്ങുന്നതിന് വേണ്ടി ഞാൻ പുറത്തു തരാമെന്ന് പറഞ്ഞ് അല്ലാഹു നമ്മളുടെ തൗബ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് ചരിത്രങ്ങൾ, ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കതിനുള്ള മനസ്സില്ലാതെ പോയതാണ് ഏറ്റവും വലിയ പ്രയാസം. നമുക്കതിൻ്റെ മനസ്സില്ലാതെ പോയി. ഏത് സമയത്തും തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും അല്ലാഹു സ്വീകരിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഗർഗർ എന്ന ശബ്ദം അന്ത്യശ്വാസം ഉണ്ടാകുന്നതുവരെ അല്ലാഹു തആല അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ്റെ സക്കറാത്തിൻ്റെ അവസ്ഥ, ആ റൂഹ് പിടിക്കുന്നതിൻ്റെ ഒരു വിളിയുണ്ടല്ലോ, മരണത്തിൻ്റെ അവസാന സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരുതരം ശബ്ദം പുറപ്പെടും. അതിനാണ് ഈ ഗർഗർ എന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും കാണുന്നതല്ല. അത് മരണത്തിൻ്റെ ഉറപ്പും അന്ത്യവുമായ അടയാളവുമാകുന്നു. അതിനുശേഷമുള്ള തൗബ സ്വീകരിക്കപ്പെടൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയം അതെത്തിക്കഴിഞ്ഞാൽ, അവസാന സമയം മരണത്തിന് മുമ്പ് ആ ശബ്ദം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തൗബ കൊണ്ട് പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന്, ആ തൗബ സ്വീകരിക്കില്ല എന്ന ഹദീസ് പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പടച്ചവൻ്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയണം. അൻ അബ്ദില്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബല മൗതിഹി ബിആമിൻ തീബ അലൈഹി ഹത്താ ഖാല ബിശഹരിൻ ഹത്താ ഖാല ബിജുംഅത്തിൻ ഹത്താ കാന ബിയൗമിൻ ഹത്താ ഖാല ബിസാഅത്തിൻ ഹത്താ ഖാല ബിഫുറാഖിൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ മരണത്തിന് 1 വർഷം മുമ്പ് തൗബ ചെയ്താൽ, എന്നല്ല 1 മാസമോ 1 ആഴ്ചയോ 1 ദിവസമോ 1 മണിക്കൂറോ 1 ഒട്ടകത്തെ 2 പ്രാവശ്യം കറക്കുന്നതിൻ്റെ ഇടയിലുള്ള അത്രയും സമയം ആ സമയത്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന് മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടുമെന്ന മരണത്തിന് തൊട്ടുമുമ്പ്, അസ്രായിലിനെ കണ്ടുമുട്ടുന്നതിന് തൊട്ടുമുമ്പ് ഒരൊട്ടകത്തെ 2 പ്രാവശ്യം കറക്കുന്ന ആ സമയത്തിന് മുമ്പെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറയാൻ തയ്യാറായാൽ അവൻ്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും, അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. ആ തൗബയിലൂടെ അല്ലാഹു വല്ലാതെ സന്തോഷവാനാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, തൗബ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകുക. ഓരോ ദിവസവും നമുക്ക് തൗബ ചെയ്യാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ അൻ അബ്ദില്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അഖ്തഅ ഖതീഅതൻ ഔ അദ്നബ ദൻബൻ സുമ്മ നദിമ ഫഹുവ കഫാറതുഹാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു തെറ്റോ പാപമോ പ്രവർത്തിക്കുകയും ശേഷം ഖേദിക്കുകയും ചെയ്താൽ ഈ ഖേദം അതിന് പരിഹാരമാകുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖേദമെങ്കിലും, ഞാൻ ചെയ്തു പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഖേദമെങ്കിലും ഉണ്ടെങ്കിൽ അത് തൗബയുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടുമെന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാ ഞാനും നിങ്ങളും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജനങ്ങൾ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ, കാരണം ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം അല്ലാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ 100 പ്രാവശ്യത്തോളം അവിടുന്ന് തൗബ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്കും അല്ലാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയണം. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള ഒരു മരണം, 40 പേര് നല്ലത് പറയുന്ന ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരു മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.